പ്രിയ വിദ്യാർത്ഥികളെ, സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ വെബ് ടെക്നോളജി എന്ന ചാപ്റ്ററിന്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും HTML ഉപയോഗിക്കുന്ന കുറച്ച് ടാഗുകളെ കുറിച്ചും അതിന്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചും അതിൽ ഉപയോഗിക്കാവുന്ന വാല്യൂസിനെ കുറിച്ചും ഒക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലും ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. അപ്പം ഇന്ന് പറയുന്നതിൽ ആദ്യത്തെ ഒരു ടാഗ് എന്ന് പറയുന്നത് മാർക്ക് യു എന്ന് പറഞ്ഞ ടാഗാണ്. മാർക്ക് യു, MARQUE. ഓക്കെ, ഈ മാർക്ക് യു ടാഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ HTML വിൻഡോയിൽ ഒരു മാർക്ക് യു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരുപക്ഷെ വെറുതെ മാർക്ക് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാനിടയില്ല. മാർക്ക് യു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് എലമെന്റോ അല്ലെങ്കിൽ ഇമേജോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ വിൻഡോയിൽ കൂടെ സ്ക്രോൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ന്യൂസ് ചാനലുകളൊക്കെ കാണാം, ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസുകൾ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ ചില ഏതെങ്കിലും വെബ്സൈറ്റുകളിലൊക്കെ എടുത്തു നോക്കിയാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ചിലപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആയിരിക്കാം, ചിലതിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക്, അല്ലെങ്കിൽ ചിലത് മുകളിൽ നിന്ന് താഴേക്ക്, അങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അത്തരത്തിലുള്ള മൂവിങ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് യു എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ വെബ് പേജ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ, കുറച്ചുകൂടെ എന്താ പറയുക, ആളുകൾ പെട്ടെന്ന് കണ്ടന്റുകൾ എന്താണ് ഒരു അതിന്റെ ഡിസൈനിങ് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക്, പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാനൊക്കെ നമുക്ക് ഇത്തരത്തിലൊക്കെ സാധിക്കും. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കും ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ. അപ്പൊ ആ രീതിയിലുള്ള കണ്ടന്റോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും മാർക്ക് യു എന്നുള്ള ടാഗ് ഉപയോഗിക്കുക. ഓക്കെ, അതായത് ഒരു HTML എന്തെങ്കിലും ഒരു എലമെന്റ് സ്ക്രോളിംഗ് ടൈപ്പിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് യു എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കുക. ഇതൊരു കണ്ടെയ്നർ ടാഗ് ആണ്. ഈ കണ്ടെയ്നർ ടാഗിന്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂ ആണ് ഇത്തരത്തിൽ സ്ക്രോളിംഗ് ആയിട്ട് വർക്ക് ചെയ്യുക. പക്ഷെ ഇത് വെറുതെ ഒരു മാർക്ക് ടാഗിന്റെ ഉള്ളിൽ മാത്രം കൊടുത്താൽ പോരാ, അതിന് ഒരു ഏകദേശം 10ഓളം ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ ആട്രിബ്യൂട്ടുകൾ ആ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമാണ് അതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രോളിംഗ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് അതിന്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതുവരെ പറഞ്ഞതുപോലെ ഒന്നല്ല, 10 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, 10 ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് മാർക്ക് യു ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പം ഇതിൽ ആദ്യത്തെ ആട്രിബ്യൂട്ട് ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഓക്കെ, ഹൈറ്റ് എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് വേണമെങ്കിൽ പിക്സൽ വാല്യൂസ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പിക്സൽ വാല്യൂ എന്താണെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, അല്ലെ? ഒരു പിക്ചർ എലമെന്റ് ആ ഒരു പൊസിഷന്റെ വാല്യൂ ആണ് പിക്സൽ എന്ന് പറയുന്നത്. അപ്പം 70-72 പിക്സലുകൾ കൂടി ചെയ്യുമ്പോഴാണ് ഒരു ഇഞ്ച് അത്രയും ഡിസ്റ്റൻസ് ഒക്കെ ആവുക എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ പിക്സൽ വാല്യൂ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അല്ല എങ്കിൽ നമ്മുടെ ബ്രൗസർ വിൻഡോയുടെ ഒരു പെർസെന്റേജ് ആയിട്ട് കൊടുക്കാം. 100% എന്ന് കൊടുത്താൽ ഫുൾ ബ്രൗസർ വിൻഡോയുടെ അത്രയുമാണ്, ആ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം താഴെ മുതൽ മുകളിൽ വരെയുള്ള കംപ്ലീറ്റ് ഹൈറ്റിനാണ് 100% കൊണ്ട് ഉദ്ദേശിക്കുക. 50% എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി ഹൈറ്റ്. അപ്പൊ നമുക്ക് ബ്രൗസർ വിൻഡോയുടെ സൈസ് എത്രയാണ് എന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ, അത് ഓപ്പൺ ചെയ്യാൻ പോകുന്ന മോണിറ്റർ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പെർസെന്റേജ് ഉപയോഗിക്കണം എന്നതാണ്. നമുക്ക് പകുതി അത്രയും ഇത് മതിയെങ്കിൽ 50% തന്നെ കൊടുക്കാം. പിക്സൽ കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ചെറിയ സ്ക്രീനിലും വലിയ സ്ക്രീനിലും അതിന്റെ പൊസിഷനിൽ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. അത് ഡിപ്പെൻഡ് നമ്മുടെ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഹൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എത്ര ഹൈറ്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഒരു 50% എന്നാണ് കൊടുക്കുന്നത് എങ്കിൽ അതിന്റെ പകുതി ഹൈറ്റിൽ നിന്ന് മാത്രമായിരിക്കും ആ സ്ക്രോളിംഗ് ഉണ്ടാകും. ഓക്കെ, നമ്മൾ 100% എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിൻഡോയുടെ 100% നമുക്ക് അതിനുവേണ്ടി ആ ഒരു സ്ക്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും എന്നർത്ഥം. ഓക്കെ, അടുത്ത ആട്രിബ്യൂട്ട് ആണ് വിഡ്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഓക്കെ, ഇതൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കാര്യത്തെയാണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. ഹൈറ്റ് പറഞ്ഞതുപോലെ തന്നെ ഹൈറ്റ് താഴെ നിന്ന് മുകളിലേക്കുള്ള ആ ഒരു മുകളിൽ നിന്ന് താഴേക്ക് ആ ഒരു കാര്യത്തെയാണ് പറയുന്നതെങ്കിൽ ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ആ ഒരു സ്പേസിങ്ങിനെയാണ് വിഡ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ പിക്സൽ വാല്യൂ ആയിട്ടോ അല്ലെങ്കിൽ വിൻഡോയുടെ പെർസെന്റേജ് വാല്യൂ ആയിട്ടോ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ 100 എന്നാണ് കൊടുക്കുന്നത് എങ്കിൽ അത് വിൻഡോയുടെ
വലതുഭാഗത്ത് നിന്ന് അതിങ്ങനെ സ്ക്രോളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കും. ഇനി ഞാൻ 50% ആണ് കൊടുക്കുന്നതെങ്കിൽ വിൻഡോയുടെ ഏതെങ്കിലും ഒരു പകുതി ഭാഗത്ത് വെച്ചിട്ടാണ് അത് ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണിക്കുക. അപ്പൊ ഹൈറ്റും വിഡ്ത്തും ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഇത് എത്ര ആ ഒരു വിൻഡോയിലെ എത്ര പൊസിഷനിൽ എത്ര ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ക്രോളിംഗ് നടക്കേണ്ടത് എന്നുള്ളതാണ് ഹൈറ്റും വിഡ്ത്തും കൊണ്ട് ഉദ്ദേശിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചില സ്ക്രോളിംഗ് നിങ്ങൾക്ക് കാണാം ആ സ്ക്രീനിന്റെ എല്ലാ ഭാഗത്തെയും ഉൾപ്പെടുന്ന രീതിയിലാണ് സ്ക്രോളിംഗ് ഉണ്ടാവുക. ചിലത് സ്ക്രീനിന്റെ ചെറിയൊരു ഭാഗത്ത് നിന്ന് മാത്രമേ സ്ക്രോളിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ശ്രദ്ധിച്ചാൽ അറിയാം, ചില ന്യൂസ് ചാനലിലൊക്കെ കാണാം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുറച്ച് ഭാഗം മാറ്റി ഇട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഉള്ള ആ ഒരു ചെറിയ ഭാഗത്തൂടെ മാത്രമായിരിക്കും സ്ക്രോളിംഗ് കാണുക. അപ്പൊ അത്രയും രീതിയിൽ നമ്മൾ അതിന്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ രീതിയിൽ ചില സൈറ്റിലൊക്കെ കാണാം ചെറിയൊരു പോർഷനിൽ മാത്രം ഇങ്ങനെ ഒരു ടെക്സ്റ്റ് വാല്യൂ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫുൾ പോർഷൻ ഇല്ല. നമ്മുടെ ബ്രൗസർ വിൻഡോയുടെ ഇപ്പൊ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏതെങ്കിലും ചെറിയൊരു ബോക്സ് മാത്രം പോലെ ഉള്ള ഒരു പോർഷൻ വന്നിട്ട് അതിന്റെ ഉള്ളിൽ മാത്രം സ്ക്രോളിംഗ് വരും. അപ്പൊ അത് ഹൈറ്റും വിഡ്ത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഏരിയ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഹൈറ്റ് വിഡ്ത്ത് എന്നുള്ള രണ്ട് ആട്രിബ്യൂട്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഒരു ആട്രിബ്യൂട്ട് ആണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഡയറക്ഷൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഡയറക്ഷൻ ആട്രിബ്യൂട്ട് ആ പേരിൽ തന്നെയുണ്ട്. എന്തായിരിക്കും? സ്ക്രോളിംഗ് ആ എലമെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കണം. അപ്പൊ 4 പോസിബിൾ ഡയറക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ഡൗൺ. അപ്പ്, ഡൗൺ. ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ഡൗൺ. അപ്പൊ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിലേക്കാണ് അതിന്റെ ഡയറക്ഷൻ. റൈറ്റിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കാണ് അത് പോവുക. ഓക്കെ. റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, റൈറ്റ് സൈഡിലേക്കാണ് അതിന്റെ സ്ക്രോളിംഗ് മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അല്ലാതെ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നല്ല, റൈറ്റ് സൈഡിലേക്കാണ് അത് കണ്ടന്റ് പോവുക. ഇനി അപ്പ് എന്നുള്ള ഡയറക്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ താഴെ നിന്നും അത് മുകളിലേക്കായിരിക്കും സ്ക്രോളിംഗ് നടക്കുക. ഡൗൺ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നും താഴേക്കായിരിക്കും ആ കണ്ടന്റ് സ്ക്രോൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യേണ്ട കണ്ടന്റിന്റെ ഡയറക്ഷൻ ഏതാണോ അതിനനുസരിച്ച് ഡയറക്ഷൻ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഏത് ഡയറക്ഷൻ ആണെന്ന് കൊടുക്കുകയും ചെയ്യും. നിങ്ങളിപ്പോ ഒന്നും കൊടുത്തില്ല എങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ഡയറക്ഷൻ ആയിട്ടായിരിക്കും അത് കാണിക്കുന്നുണ്ടാവുക. ഓക്കെ. ഡീഫോൾട്ട് ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ഡയറക്ഷൻ ആയിരിക്കും. അടുത്ത 4ാമത്തെ ഒരു ആട്രിബ്യൂട്ട് ആണ് ബിഹേവിയർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രോളിംഗ് മാർക്യൂ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഏത് രീതിയിലാണ് അത് ബിഹേവിയർ ചെയ്യേണ്ടത്. ബിഹേവിയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞതെല്ലാം തന്നെ സ്ക്രോളിംഗ് എന്നുള്ള വാക്കാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക, അല്ലെ ഒരു മൂവ് ചെയ്ത് ഇങ്ങനെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോവുക എന്നുള്ളതാണ് സ്ക്രോളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്ക്രോൾ എന്നുള്ള ബിഹേവിയർ ഈസിക്കൽ ടു സ്ക്രോൾ എന്നുള്ള വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. അതാണ് ഡീഫോൾട്ട് വാല്യൂ. ഇനി അതല്ല നമുക്ക് വേണമെങ്കിൽ സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. സ്ലൈഡ് ഇങ്ങനെ ഒരു മറിഞ്ഞു വരുന്നത് പോലെ നമ്മൾ ഈ പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ സ്ലൈഡ് ഇങ്ങനെ ഓരോരോ ട്രാൻസ്മിഷൻ കൊടുക്കില്ല, എന്നാൽ ഓരോ പേജ് മറിഞ്ഞു വരുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഇഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനാണ് ഓൾട്ടർനേറ്റ് എന്നുള്ള ഓപ്ഷൻ. അതായത് സ്ലൈഡും സ്ക്രോളിങ്ങും എല്ലാം കൂടെ മാറി മാറി ഓരോന്നും മാറി മാറി വരുന്ന രീതിയിലുള്ള ഓൾട്ടർനേറ്റ് ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ നിന്നും മറ്റൊരു ഡയറക്ഷനിലേക്ക് കൃത്യമായിട്ട് ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് ആയിട്ട് വരുന്നതാണ് സ്ക്രോൾ എന്ന് പറയുന്നത്. ഇനി സ്ലൈഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിങ്ങനെ ഓരോ പേജ് മറിയുന്നത് പോലെ കണ്ടന്റുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഓൾട്ടർനേറ്റ് എന്നുള്ള 3ാമത്തെ ഓപ്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ സ്ക്രോളിങ്ങും സ്ലൈഡിങ്ങും രണ്ടും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതായത് സ്ക്രോളിംഗ് കാണാം, ഒരു കണ്ടന്റ് കഴിയുമ്പോഴത്തേന് അതിങ്ങനെ മാറി ഒരു പേജ് മറിയുന്ന മാറി മാറി വരും. ഓക്കെ. അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ ചെയ്യാം. അപ്പൊ ബിഹേവിയർ എന്നുള്ളതിന് 3 വാല്യൂസ് ആണുള്ളത്: സ്ക്രോൾ, സ്ലൈഡ്, ഓൾട്ടർനേറ്റ്. ഇനി നമ്മൾ ബിഹേവിയർ എന്നുള്ളത് കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് സ്ക്രോളിംഗ് ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത 5ാമത്തെ ആട്രിബ്യൂട്ട് ആണ് സ്ക്രോൾ ഡിലേ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. അപ്പൊ ഈ സ്ക്രോൾ ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു മാർക്യൂ ആയിട്ട് സ്ക്രോളിങ്ങിന് വേണ്ടി ഒരു ടെക്സ്റ്റ് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സൈറ്റിൽ ഇങ്ങനെ വന്ന് ആ ഒരു കണ്ടന്റ് ഇങ്ങനെ വന്നു പോകും. അത് ചിലപ്പോൾ ഒറ്റ തവണയായിരിക്കില്ല, ആ സെയിം കണ്ടന്റ് തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? കൂടുതലും നമ്മൾ കാണുന്നത് ആ സൈറ്റ് നമ്മൾ എത്ര നേരം ഓപ്പൺ ആയിട്ടിരിക്കുന്നു അത്രയും നേരം ഈ കണ്ടന്റ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും, അല്ലെ? അപ്പൊ ഒരു കണ്ടന്റ് ചിലപ്പോൾ ഒരു കണ്ടന്റ് ശേഷം മറ്റൊരു കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ ന്യൂസ് ചാനലിലൊക്കെ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ന്യൂസുകളൊക്കെയാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പം ഒരു കണ്ടന്റിന് ശേഷം അടുത്ത കണ്ടന്റ് വരാനുള്ള ടൈം ഡിലേ, എത്ര താമസത്തിന് ശേഷമാണ് അത് അടുത്ത കണ്ടന്റ് വരേണ്ടത്, ഓരോ ജമ്പിന് ശേഷം അടുത്ത ജമ്പ്. അതായത് നമ്മളൊരു കണ്ടന്റ് ഈ മാർക്കിനുള്ളിൽ ഒരു കണ്ടന്റ് കൊടുക്കുക, അതിലിപ്പോൾ ഒരു ന്യൂസ് ആയിരിക്കും, ചിലപ്പോൾ 2 ന്യൂസ് ആയിരിക്കും, ചിലപ്പോൾ 3 ന്യൂസ് ആയിരിക്കും, എത്രയും ആയിക്കോട്ടെ, അതാണ് ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്.
ആ ഒരു കണ്ടന്റ് വന്നു പോയതിനു ശേഷം അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ നേരത്തെ അടുത്ത തവണ വരുന്നതിന് എത്ര ടൈം ഡിലേ ആവശ്യമാണ്? പെട്ടെന്ന് തന്നെ വരണോ? ഭയങ്കര ഫാസ്റ്റ് വന്ന് മറ്റത് പോയതിന്റെ തൊട്ട് പുറകെ തന്നെ ആ ന്യൂസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണോ? അതോ ചെറിയൊരു ഡിലേ കൊടുത്തിട്ട് അത് വന്നാൽ മതിയോ? അതാണ് സ്ക്രോൾ ഡിലേ എന്നുള്ള ആട്രിബ്യൂട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അടുത്ത 6ാമത്തെ ആട്രിബ്യൂട്ട് ആണ് സ്ക്രോൾ എമൗണ്ട് എന്നതുകൊണ്ട്. സ്ക്രോൾ എമൗണ്ട് എന്നുള്ളതാണ് അടുത്ത ആട്രിബ്യൂട്ട്. സ്ക്രോൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത് എത്ര സ്പീഡിലാണ് ഇത് സ്ക്രോൾ ചെയ്യേണ്ടത്. ചിലത് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും, ചിലത് കമ്പാരിറ്റീവ്ലി സ്ലോ ആയിരിക്കും, ചിലത് വളരെ സ്ലോ ആയിട്ട് പോകും. അപ്പം അത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഈ സ്ക്രോളിംഗ് വാല്യൂ അല്ലെങ്കിൽ മാർക്ക് യു വാല്യൂ മൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സ്ക്രോൾ എമൗണ്ട് എന്നുള്ള ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ്. കാരണം കണ്ടന്റ് ചെറിയ കണ്ടന്റുകളാണെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയാലും പെട്ടെന്ന് ആളുകൾക്ക് വായിക്കാൻ സാധിക്കും. അതേസമയം കണ്ടന്റ് കൂടുതലാണ് എങ്കിൽ അത് ഫാസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മുഴുവൻ കണ്ടന്റ് ഒരുപക്ഷെ ആളുകൾക്ക് വായിക്കാൻ സാധിക്കില്ല. അപ്പൊ അത് റീഡബിൾ ആയിട്ടുള്ള രീതിയിൽ അത്രയും ഫാസ്റ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അത് ഓവർ സ്ലോ ആയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ചിലപ്പോൾ ആളുകൾ അത് വായിച്ച് അടുത്ത കണ്ടന്റ് വരാൻ വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അതൊരു എന്താ പറയുക, ഒരു ബോറിംഗ് ആയിട്ട് ആളുകൾക്ക് തോന്നിയെന്ന് വരും. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കണ്ടന്റിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് അതിന്റെ സ്പീഡ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ചെറിയ വാല്യൂസ് ഒക്കെയാണ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് എങ്കിൽ അത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയാലും ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ചിങ് ആണ്. പക്ഷെ ഒരു കണ്ടന്റ് നമ്മൾ ശരിക്കും റീഡ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കണ്ടന്റ് ആണ് എങ്കിൽ അതൊരു ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്താൽ ശരിയാവില്ല, ഒത്തിരി സ്ലോ ആയിട്ടൊരു കണ്ടന്റ് ചെറിയ കണ്ടന്റ് കൊടുത്താലും ശരിയാവില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് സ്ക്രോൾ എമൗണ്ട് എന്ന് പറയുന്നത്. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ എത്ര സ്ലോ ആയിട്ടാണ് ആ കണ്ടന്റ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സ്ക്രോൾ എമൗണ്ട്. ദ സ്പീഡ് ഓഫ് മാർക്ക് യു എന്നാണ് അതിന്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അടുത്തതാണ് 7ാമത്തെ ആട്രിബ്യൂട്ട് ആണ് ലൂപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിംഗിലൊക്കെ പഠിച്ചിട്ടുണ്ട് ലൂപ്പ് അല്ലെ, ഒരു സംഭവം തന്നെ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടന്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ ലൂപ്പ് എന്നുള്ള വാല്യൂവിൽ കൊടുക്കുക. ഞാൻ ലൂപ്പ് ഈസിക്കൽ ടു 5 എന്ന് കൊടുത്താൽ ഞാൻ കൊടുക്കുന്ന കണ്ടന്റ് 5 തവണ റിപ്പീറ്റ് ചെയ്യും, അതിനുശേഷം അത് കാണാതെയാവും. ഓക്കെ, ഞാൻ 10 എന്നാണ് കൊടുക്കുന്നെങ്കിൽ 10 തവണ അത് റിപ്പീറ്റ് ചെയ്യും. ഇനി നമ്മൾ ലൂപ്പ് എന്നുള്ള വാല്യൂ കൊടുത്തിട്ടില്ല എങ്കിൽ ഡീഫോൾട്ട് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ടൈംസ് ആണ്. ഇൻഫിനിറ്റ് ടൈംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നേരം ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്നു അത്രയും നേരം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ ടൈം അത് മാർക്ക് യു വർക്ക് ചെയ്യേണ്ട, പകരം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നമ്പർ ഓഫ് ടൈം മാത്രം മാർക്ക് യു വർക്ക് ചെയ്താൽ മതി. അങ്ങനത്തെ കേസ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി? ലൂപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഫുൾ ടൈം അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൂപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 10 തവണ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് കൊടുത്താൽ മതിയെങ്കിൽ വർക്ക് ചെയ്താൽ മതിയെങ്കിൽ ലൂപ്പ് ഈസിക്കൽ ടു 10 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത 8ാമത്തെ ഒരു ആട്രിബ്യൂട്ട് ആണ് BG കളർ. BG കളർ നമ്മൾ ബോഡി ആട്രിബ്യൂട്ടിന്റെ ഭാഗമായിട്ടും പറഞ്ഞിരുന്നു. സെയിം എഫക്ട് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. ഇത് ബോഡി പാർട്ടിന് മൊത്തമായിട്ടല്ല, പകരം ആ മാർക്ക് യു ഉപയോഗിക്കുന്ന സ്പേസിൽ മാത്രമായിട്ട് ഒരു BG കളർ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ അതിനൊരു ഹൈറ്റും വിഡ്ത്തും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്പേസ് അതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഈ സ്പേസിന്റെ ഉള്ളിലാണ് മാർക്ക് യു വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ഹൈറ്റും വിഡ്ത്തും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ സ്പേസിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഒരു നോർമൽ വിൻഡോയുടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് വൈറ്റ് തന്നെയാണ്. നമ്മൾ വേറെ കളർ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളൊരു മാർക്ക് യു കൊടുക്കുന്ന ഭാഗത്തിന് ഒരു സെപ്പറേറ്റ് ഒരു ലൈറ്റ് ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കളർ പെട്ടെന്ന് അങ്ങനെ ഒരു കളർ ഉള്ളപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് ഒരു ശ്രദ്ധ കൂടുതൽ വരും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകം അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി, മറ്റതിൽ നിന്നൊന്ന് വേർതിരിച്ച് നിർത്താൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ BG കളർ കൊടുക്കാവുന്നതാണ്. BG കളർ കൊടുക്കുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള 2 മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. ഒന്നുകിൽ നമുക്ക് കളറിന്റെ പേരായിട്ട് കൊടുക്കാം, അല്ല എങ്കിൽ ഒരു ഓരോ കളറിനും ഓരോ ഹെക്സാഡെസിമൽ വാല്യൂ ഉണ്ട് അല്ലെ. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്താണ്. അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കളർ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അതാണ് BG കളർ. സെയിം രീതി തന്നെയാണ് BG COLO UR ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ അതേ അവിടെ എഴുതിയ ആട്രിബ്യൂട്ട് അതേ രീതി തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്നതിന്റെ ഒരു എന്തിനാ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു, ഇവിടെയും അതിനൊരു പർപ്പസ് ഉണ്ട്. ആ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടും എന്ന് മാത്രം. അത് ഏത് ടാഗിന്റെ ഉള്ളിലാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അത് ഉപയോഗിക്കപ്പെടും. ഇനി അടുത്ത ഒരു ആട്രിബ്യൂട്ട് ആണ് H സ്പേസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. 9ാമത്തെ ആട്രിബ്യൂട്ട് ആണ് H സ്പേസ്.
എച്ച് സ്പേസ് എന്നുള്ള ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാർക്യൂവിന് വേണ്ടി ആ കണ്ടന്റിന്റെ മാർക്യൂ ടെക്സ്റ്റ് അല്ലെങ്കിൽ കണ്ടന്റിന്റെ ഹൊറിസോണ്ടൽ സ്പേസിങ്ങിനെയാണ് അതിന്റെ ആ ഒരു കണ്ടന്റിന് പുറത്തേക്കുള്ള ഹൊറിസോണ്ടൽ സ്പേസിങ്ങിനെയാണ് നമ്മൾ എച്ച് സ്പേസ് എന്ന് പറയാം. ഓക്കെ, സപ്പോസ് ഞാനിപ്പം ഒരു ന്യൂസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ന്യൂസിന്റെ ടെക്സ്റ്റിന് ചുറ്റുമായിട്ട് ഒരു സ്പേസിങ് നമുക്ക് ആവശ്യമാണ്. അല്ലാതെ മറ്റേതെങ്കിലും അതിന്റെ മുകളിലേക്ക് ആ ഒരു സ്പേസിലേക്ക് മറ്റൊരു കണ്ടന്റ് കയറി വരാൻ ഒന്നും പാടില്ല. അപ്പൊ അത്രയും ഒരു സ്പേസ് അതിന് വേണ്ടി റിസർവ്ഡ് ആയിട്ട് നിർത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്പേസിങ്, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ, ലെഫ്റ്റ് റൈറ്റ് ഉള്ള ആ ഒരു സ്പേസിങ്ങിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയാം അല്ലെ. അപ്പൊ ആ ഒരു സ്പേസിങ് അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ എത്ര സ്പേസിങ് നമുക്ക് വേണം എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ എച്ച് സ്പേസ് എന്നുള്ള വാല്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എച്ച് സ്പേസ് നമ്മൾ ഒരു പിക്സൽ വാല്യൂ ആയിട്ടോ പെർസെന്റേജ് വാല്യൂ ആയിട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്പേസ് അതിനു വേണ്ടി അവിടെ കണ്ടുവച്ചോളൂ. ഇനി നെക്സ്റ്റ് വൺ ആണ്, ലാസ്റ്റ് ആട്രിബ്യൂട്ട് ആണ് വി സ്പേസ് എന്ന് പറയുന്നത്. 10ാമത്തെ ആട്രിബ്യൂട്ട് ആണ് വി സ്പേസ്. എച്ച് സ്പേസ് പറഞ്ഞതുപോലെ തന്നെ വെർട്ടിക്കൽ സ്പേസ്, ടോപ്പും ബോട്ടം, അവിടെ അതിന് ആ കണ്ടന്റിന് മുകളിലും താഴെയായിട്ട് നമുക്ക് എത്ര സ്പേസ് എക്സ്ട്രാ കൊടുക്കണം, അതായത് ലൈൻ സ്പേസിംഗ് ഒക്കെ കൊടുക്കുന്നത് പോലെ. അപ്പം മുകളിലും താഴെയും എത്ര സ്പേസ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം എന്നുള്ളതാണ് വി സ്പേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതും പിക്സലിലോ അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് ഇൻറ്റു ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ക്ലിയർ? അപ്പം വി സ്പേസ് എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയുള്ള കണ്ടന്റിന്റെ തൊട്ട് മുകളിലും തൊട്ട് താഴെയുമുള്ള ഒരു കുറച്ച് സ്പേസിംഗ് ആണ്. എച്ച് സ്പേസ് എന്ന് പറഞ്ഞാൽ കണ്ടന്റിന്റെ ലെഫ്റ്റ് ഭാഗത്തും റൈറ്റ് ഭാഗത്തുമുള്ള ആ ഒരു സ്പേസിംഗ് ആണ്. ഓക്കെ, അപ്പം 10 ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് മാർക്യൂ എന്നുള്ള ടാഗിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു? ഹൈറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്, വിഡ്ത്ത് എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്, ഡയറക്ഷൻ എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്, ബിഹേവിയർ എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്, സ്ക്രോൾ ഡിലേ, സ്ക്രോൾ എമൗണ്ട്, ലൂപ്പ്, ബിജി കളർ, എച്ച് സ്പേസ്, വി സ്പേസ്. ഇങ്ങനെ 10 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. 10ന്റെയും ഉപയോഗം പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ തന്നെ എത്രയൊക്കെ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് സ്ക്രോൾ എമൗണ്ടും ലൂപ്പും. പെട്ടെന്ന് ആ എമൗണ്ട് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും ഇത് എത്ര തവണ എന്നുള്ളതാണ് സ്ക്രോൾ എമൗണ്ട് എന്നുള്ളത് കൊണ്ട് സ്പീഡ് എന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ആർക്കും മനസ്സിലേക്ക് പോവില്ല. ഇപ്പം പെട്ടെന്ന് ആ പേര് കേൾക്കുമ്പോൾ സ്ക്രോൾ എമൗണ്ട് എന്ന് കേൾക്കുമ്പം ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് പെട്ടെന്ന് മനസ്സിൽ ചിന്ത പോയിന്ന് വരാം. അപ്പൊ അത് മാറിപ്പോകാതിരിക്കുക. എത്ര തവണ എന്നുള്ളത് ലൂപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് കൊണ്ടാണ്, സ്ക്രോൾ എമൗണ്ട് എന്നുള്ളത് അതിന്റെ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. പലർക്കും കൺഫ്യൂഷൻ വരുന്ന തെറ്റിപ്പോകുന്ന ഒരു ഭാഗം അതിൽ പ്രധാനപ്പെട്ട ഒന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാർക്യൂ എന്നുള്ള ടാഗ് അതിന്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇനി അടുത്ത ഒരു ടാഗാണ് DIV എന്നുള്ള ഒരു ടാഗ്. നമുക്ക് പഠിക്കാനുള്ള 10ാമത്തെ ഒരു ടാഗാണ് DIV എന്നുള്ള ടാഗ്. ഈ ഒരു ടാഗ് ഒരു പ്രത്യേക ഡിവിഷൻ ആയിട്ട്, ഒരു പ്രത്യേക ബ്ലോക്ക് ആയിട്ട് നമ്മുടെ HTML കണ്ടന്റിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറേ കണ്ടന്റുകൾ HTML ഡോക്യുമെന്റ് ഉണ്ടാവും. അതിൽ ഒരു കുറച്ച് ഭാഗം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കണം തോന്നുന്ന കുറച്ച് കാര്യങ്ങളെ ഒരു പ്രത്യേക ഡിവിഷൻ ആക്കി ബ്ലോക്ക് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് DIV ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോർമാറ്റിംഗ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് എന്നുള്ളതാണ്. ഒരു ഡിവിഷൻ ഓഫ് ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ടാഗാണ് DIV ടാഗ്. ഈ DIV ടാഗ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ടാഗാണ്. അതിന്റെ ഉള്ളിൽ കൊടുക്കുന്ന കണ്ടന്റ് ആണ് പ്രത്യേകം ഒരു ഡിവിഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുക. ഈ DIV ടാഗിന്റെ കൂടെ നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പാരഗ്രാഫോ അതുപോലെയുള്ള അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി DIV ടാഗിന് വേണ്ടി തന്നെയായിട്ട് നമുക്ക് 3 പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടുകളുണ്ട്. DIV ടാഗിലേക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അലൈൻ എന്ന് പറഞ്ഞത്. നമ്മൾ പ്രത്യേകമായിട്ട് മാറ്റി വെക്കുന്ന ആ ഒരു ഡിവിഷനെ ലെഫ്റ്റ് അലൈൻഡ് ആക്കണോ, റൈറ്റ് അലൈൻഡ് ആക്കണോ, സെന്റർ അലൈൻഡ് ആക്കണോ എന്നുള്ള രീതിയിലുള്ള ഒരു അലൈൻമെന്റ് ആണ് അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു 10 ലൈനുള്ള ഒരു ടെക്സ്റ്റ് കണ്ടന്റിനെ DIV ടാഗിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞ് അലൈൻ ഈസ് ഇക്വൽ ടു സെന്റർ എന്ന് കൊടുത്താൽ ആ 10 ലൈനുള്ള ആ കണ്ടന്റ് മാത്രം സെന്റർ അലൈൻഡ് ആയിരിക്കും. മറ്റു കാര്യങ്ങൾ ഏതാണോ നമ്മൾ അലൈൻ കൊടുത്തത് ആ രീതിയിൽ നിൽക്കും. മറ്റതൊക്കെ ലെഫ്റ്റ് അലൈൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 10 ഞാൻ സെന്റർ അലൈൻ കൊടുത്തു കഴിഞ്ഞാൽ 10 ലൈൻ മാത്രം ഒരു സെന്റർ അലൈൻഡ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ വേണം അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി വേറെ ഒന്നാണ് ഒരു ID എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഐഡന്റിഫിക്കേഷൻ, അതായത് ആ ഒരു ബ്ലോക്കിനെ മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഒരു ഐഡന്റിഫയർ നമുക്കതിന് സെറ്റ് ചെയ്യാൻ സാധിക്കും.
അതായത് നമ്മളത് ഇപ്പൊ നമുക്കത് കൂടുതൽ യൂസ് ആവില്ല, കുറച്ചുകൂടെ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ഒരു ഫോമിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക ഭാഗത്തെ മാത്രമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അതിനൊരു പേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ ഒക്കെ വിളിക്കുന്ന കാര്യം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അതിനെ റീഡയറക്ട് ചെയ്യാനൊക്കെ, വേറൊരു സ്ഥലത്ത് നിന്നും ഈ ഒരു സ്ഥലത്തേക്ക് റീഡയറക്ട് ചെയ്യാനൊക്കെ ഈ ID കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പൊ ആ ഒരു പ്രത്യേക ബ്ലോക്കിന് വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു പേര് കൊടുത്ത് വെക്കാം. ശരിക്കും പറഞ്ഞാൽ ആ പേജിലുള്ള എല്ലാ കണ്ടന്റിനെയും കൂടെ ആ പേജിന്റെ പേരിലാണ് അറിയപ്പെടുക, അല്ലെ? ഒരു പേജിന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക ഭാഗത്തിന് നമുക്കൊരു പേര് കൊടുക്കാൻ സാധിക്കും. അത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. DIV ടാഗ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഭാഗത്തിന് മാത്രമായിട്ട് നമുക്കൊരു ഐഡന്റിഫയർ കൊടുക്കാൻ സാധിക്കും. അതാണ് അതിന്റെ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് സ്റ്റൈൽ ആണ്. സ്റ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ കണ്ടന്റിന്റെ മാത്രം കളർ മാറ്റാം. ഓക്കെ, സ്റ്റൈൽ കളർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ബ്ലൂവോ ഗ്രീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കളറിലേക്ക് അത് മാറും. വേറെ ഒന്നാണ് ഫേസ് എന്ന് പറയുന്നത്. ഫോൺ ഫേസ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫോൺ ഫേസ് എന്ന് പറഞ്ഞാൽ ഇത് പലതരത്തിലുള്ള ഫോൺ ഫേസുകളാണ്. നമ്മൾ എഴുതുമ്പോൾ തന്നെ പലരുടെയും പല ഹാൻഡ് റൈറ്റിംഗ് ഇരിക്കുന്ന കാര്യം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഫോൺ ഫേസ് മാറ്റാൻ പറ്റും, അല്ലേ? പല ടൈംസ് ന്യൂ റോമൻ, വേദന, അങ്ങനെയുള്ള ഏരിയൽ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഓഫ് ഫോണ്ടുകളുണ്ട്. അപ്പൊ അത്തരം ഫോൺ ഫേസുകളിലേക്ക് മാറ്റണമെങ്കിൽ അപ്പൊ ഇതിനെ മാത്രമായിട്ട് ഈ ഒരു കണ്ടന്റിനെ മാത്രമായിട്ട് ഇച്ചിരി ബോൾഡ് ആക്കി ഇറ്റാലിക് ആക്കി അങ്ങനെയൊക്കെ ആ രീതിയിലേക്കൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും എന്നർത്ഥം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമുക്കൊരു സെക്ഷനെ മാത്രമായിട്ട് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DIV എന്നുള്ള ടാഗ് ഉപയോഗിക്കുക. ഓക്കെ, അതിന്റെ 3 ആട്രിബ്യൂട്ട്സ് ആണ് അലൈൻ, ID, പിന്നെ സ്റ്റൈൽ എന്നുള്ള ആട്രിബ്യൂട്ട്. ഫേസ് എന്താണെന്നുള്ളത് ഫോൺ ഫേസ് നമുക്ക് തൊട്ടടുത്ത ടാഗിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഫോൺ ടാഗിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാർക്യൂ ടാഗിന്റെ കാര്യത്തിൽ ഞാൻ എക്സാമ്പിൾ ഒന്നും കാണിച്ചില്ല. അത് നമുക്കിപ്പം ഇതിന്റെ അകത്ത് നമ്മളിപ്പോ ഒരു വീഡിയോയ്ക്കകത്തൊരു പിക്ചർ എടുത്ത് അതൊരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുമ്പോൾ അത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതിന് പകരം ടെക്സ്റ്റിൽ തന്നെ അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ എക്സാമ്പിൾ ഒന്നുകിൽ നിങ്ങൾ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ഉപയോഗിക്കാവുന്ന ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിലോ ഒന്ന് ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്ക്രോളിംഗ്, ആ മൂവ്മെന്റ്, അതിന്റെ സ്പേസിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് മൂവിങ്, എങ്ങനെയാണ് അതിന്റെ ഫാസ്റ്റിങ്, എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് അത് മൂവ് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്തു നോക്കാൻ സാധിക്കുമെങ്കിൽ അതൊന്ന് ഫോണിലോ സിസ്റ്റത്തിലോ ഒന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. അതുകൊണ്ടാണ് എക്സാമ്പിൾ ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിക്കാതിരുന്നത്. ഓക്കെ, അപ്പൊ DIV പറഞ്ഞു. അതും ഈ പറഞ്ഞ ചെറിയ തോതിലുള്ള ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി അടുത്ത ഒരു ടാഗാണ്, പ്രധാനപ്പെട്ട ഒരു ടാഗാണ് ഫോണ്ട് എന്ന് പറഞ്ഞ ടാഗ്. ഓക്കെ, ഫോണ്ട് ടാഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു HTML ഡോക്യുമെന്റിലേക്ക് കൊടുക്കുന്ന ടെക്സ്റ്റ് കണ്ടന്റുകൾ ഉണ്ടല്ലോ, അതിന്റെ സ്റ്റൈലിന് കാര്യം മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോണ്ട് എന്നുള്ള ടാഗ് ഉപയോഗിക്കുക. നമ്മൾ സാധാരണ HTML കൊടുക്കുന്ന കണ്ടന്റിന് അതിന് ഡീഫോൾട്ട് ആയിട്ട് ഒരു കളർ ഉണ്ടാവും, അതിന് ഡീഫോൾട്ട് ആയിട്ട് ഒരു ഫോണ്ട് സ്പേസ് ഉണ്ടാവും, അതിന് ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു സൈസ് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഡീഫോൾട്ട് ആയിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടാഗാണ് ഫോണ്ട് എന്ന് പറഞ്ഞ ടാഗ്. ഓക്കെ, അപ്പൊ ഫോണ്ട് ടാഗിന്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. അതിൽ ആദ്യത്തേതാണ് കളർ എന്നുള്ള ആട്രിബ്യൂട്ട്. ഓക്കെ, ഫോണ്ട് എന്നുള്ള ടാഗ് ഉപയോഗിക്കുക, സ്പേസ് ഇടുക, കളർ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കുക. ഇപ്പൊ കളർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കളറിന്റെ പേര് കൊടുക്കാം, ബ്ലൂ, ഗ്രീൻ, റെഡ് എന്നുള്ള രീതിയിൽ ഏത് പേര് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ വാല്യൂ കൊടുക്കാം. അപ്പൊ ഞാൻ ഫോണ്ട് ടാഗ് എന്നുള്ള ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. അതിന്റെ ഉള്ളിൽ കൊടുക്കുന്ന കണ്ടന്റിൽ ഞാൻ ഫോണ്ട് സ്പേസ് കളർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് റെഡ് എന്ന് കൊടുത്താൽ ആ കളറിലായിരിക്കും ആ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ആണ് ഫേസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. FACE, ഫേസ്, ഫോൺ ഫേസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, DIV ടാഗിലും പറഞ്ഞിരുന്നു അതിന്റെ ആ ഒരു സ്റ്റൈൽ. ഇപ്പൊ ടൈംസ് ന്യൂ റോമനിലേക്ക് മാറ്റണോ, വേർധനയിലേക്ക് മാറ്റണോ, ഏരിയയിലേക്ക് മാറ്റണോ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫോൺ ഫേസിലേക്ക് മാറ്റണമെങ്കിൽ, ആ ഒരു സ്റ്റൈലിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഫേസ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടത് ആ പേര് അവിടെ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു ഫേസിലേക്ക് അത് മാറും. ഇനി മൂന്നാമത്തെ ആട്രിബ്യൂട്ട് ആണ്, ഫോണ്ടിന്റെ മൂന്നാമത്തെ ആട്രിബ്യൂട്ട് ആണ് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ സൈസ് നമുക്കറിയാം, ഒരു ഡീഫോൾട്ട് സൈസ് ഉണ്ട്. അതിനെ വേണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കാം, ആ രീതിയിലൊക്കെ ചെയ്യാം. അപ്പം സൈസിന് കൊടുക്കാവുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്. 1 മുതൽ 7 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിൽ നമുക്ക് സൈസിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കാം. 1 മുതൽ 7 വരെ. 1 ചെറുതായിരിക്കും, 7 എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൈസ് ആയിരിക്കും. ഇനി നമ്മളത് കൊടുത്തിട്ടില്ല എങ്കിൽ അതിന്റെ ഡീഫോൾട്ട് സൈസ് എന്ന് പറയുന്നത് 3 എന്ന് പറഞ്ഞ സൈസ് ആയിരിക്കും. ഏറ്റവും ചെറുതല്ല, ഏറ്റവും ചെറിയ 2 മാറ്റി നിർത്തി മൂന്നാമത്തെ സൈസാണ് ഡീഫോൾട്ട് സൈസ് ആയിട്ട് സെറ്റ് ചെയ്ത്. വേണമെങ്കിൽ നമുക്ക് 3 ന്ന് 2ലേക്കോ 1ലേക്കോ കുറയ്ക്കാം. അല്ല എങ്കിൽ 4 മുതൽ 7 വരെയുള്ള മറ്റേത് വാല്യൂയിലേക്ക് വേണമെങ്കിലും കൂട്ടി കൊടുക്കാം.
ഓക്കെ. ഇനി നമ്മൾ കളർ പറഞ്ഞു. കളർ ഏതാണ്? ഡീഫോൾട്ട് കളർ ഏതായിരുന്നു? ബ്ലാക്ക് ആണ് അതിന്റെ ഡീഫോൾട്ട് കളർ എന്ന് പറയുന്നത്. ഇനി ഫോണ്ട് ഫേസിന്റെ ഡീഫോൾട്ട് ഏതാണ്? അത് ഓരോ ബ്രൗസറിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വന്നു എന്ന് വരാം. ചില ബ്രൗസറിൽ ചിലപ്പോൾ ടൈംസ് ന്യൂ റോമൻ ആണ് ഡീഫോൾട്ട് എങ്കിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ടൈംസ് ന്യൂ റോമനിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ചിലതിൽ വേദനയായിരിക്കും, ചിലതിൽ തഹോമ എന്ന് പറഞ്ഞ ഇതായിരിക്കും, വേദന, അങ്ങനെ ഏരിയൽ, അങ്ങനെയുള്ള പല ഫോണ്ടുകളുണ്ട്. അത് ഈ ബ്രൗസറിൽ ഏതാണോ ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ ഫോണ്ട് ഫേസ് വരിക. ഓക്കെ. അപ്പൊ ഫോണ്ട് എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് കണ്ടന്റിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് ഫോണ്ട് എന്ന് പറഞ്ഞ ടാഗ്. 3 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്: കളർ, ഫേസ്, സൈസ്. കളർ എന്നുള്ളത് ടെക്സ്റ്റിന് കളർ കൊടുക്കാൻ, ഫേസ് എന്ന് പറഞ്ഞത് അതിന്റെ ഫോണ്ട് ഫേസ് മാറ്റാൻ, സൈസ് എന്ന് പറയുന്നത് ടെക്സ്റ്റിന്റെ സൈസ് മാറ്റാൻ. 1 മുതൽ 7 വരെയുള്ള സൈസ് ആണുള്ളത്. 3 ആണ് ഡീഫോൾട്ട് എന്നുള്ള സൈസ്. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാം ഫോണ്ട് എന്നുള്ള ടാഗിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. രണ്ടാമത്തെ പാർട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ ശ്രദ്ധിച്ചാൽ കാണാം, റെഡ് കളറിൽ വരുന്ന ഭാഗം. അപ്പൊ അതിന് മുകളിൽ വേറൊരു കണ്ടന്റ് ഉണ്ട് ബ്ലാക്ക് കളറിൽ വരുന്നത്. കാരണം ബ്ലാക്ക് കളറിൽ വരാൻ കാരണം എന്താണ്? അത് ഫോണ്ടിന്റെ ഉള്ളിലല്ല കൊടുത്തിരിക്കുന്നത്, വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ബ്ലാക്ക് കളറിൽ വന്നു. ആ ബ്രൗസറിന്റെ ഡീഫോൾട്ട് ഫോണ്ട് ഫേസ് ഏതാണ് ആ ഫോണ്ട് ഫേസിൽ അത് ഡിസ്പ്ലേ ചെയ്തു. 3 എന്നുള്ള സൈസിലും ആണ് അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷേ തൊട്ട് താഴെയുള്ള കണ്ടന്റ്, റെഡ് കളറിൽ വരുന്ന കണ്ടന്റ്, നമ്മൾ കളർ റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫോണ്ട് ഫേസ് നമ്മൾ പുതിയൊരു ഫോണ്ട് ഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സൈസും നമ്മൾ മാറ്റിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് മറ്റേ കണ്ടന്റ്, മുകളിലുള്ള കണ്ടന്റിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് താഴെയുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡീഫോൾട്ട് സൈസ് മാറ്റി കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുന്ന ടാഗാണ് ഫോണ്ട്. ഏതിന് മാത്രമേ? ടെക്സ്റ്റ് കണ്ടന്റിനെ പറ്റുള്ളൂ, മറ്റ് കണ്ടന്റുകൾക്കല്ല, ടെക്സ്റ്റ് കണ്ടന്റിന് വേണ്ടി മാത്രം. ഓക്കെ. ഇനി അടുത്ത ഒരു കാര്യമാണ് HTML എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ഒരു കാര്യം. ഇത് എന്ന് പറയുന്നത് നമ്മൾ HTML പല ടെക്സ്റ്റിലൊക്കെ പല കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഫോണ്ട് ഉപയോഗിച്ചിട്ട് ഡോണ്ട് എന്നുള്ള ഒരു ഔട്ട്പുട്ടിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഡോണ്ട് എന്നുള്ള ഒരു വാല്യൂ ഉണ്ട്. അത് ഞാൻ HTML നോട്ട് പാഡിലോ അല്ലെങ്കിൽ ജീനിയിലോ എഴുതിയെടുത്ത് കാണാം. ഒരു പച്ച കളറിൽ DON കഴിഞ്ഞ് &POS എന്ന് പച്ച കളറിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ അറിയാം. അത് എന്തിനാണോ കൊടുത്തത് എന്നുള്ളൊരു സംശയം, അതാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എൻറ്റിറ്റീസ് എന്നുള്ളൊരു കാര്യം. അതായത് നമ്മൾ HTML നമുക്ക് പല ഡീഫോൾട്ട് പങ്ക്ച്വേഷൻസും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. എക്സാമ്പിൾ, നമ്മൾ ടാഗ് എഴുതുമ്പോൾ ഒരു ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് അതിന്റെ ഉള്ളിലാണ് ഒരു ടാഗ് എഴുതുക, അല്ലെ? അതുപോലെയുള്ള പല പങ്ക്ച്വേഷൻസും, ഇൻവെർട്ടഡ് കോമ, സിംഗിൾ ഇൻവെർട്ടഡ് കോമ, ആംപർസാൻഡ് സിംബൽ, സ്പേസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ നോട്ട് പാഡിലോ ജീനിയിലോ ആ സിമ്പിൾ ഇട്ടാൽ അത് ഡോക്യുമെന്റിലേക്ക് അതേപടി തന്നെ വരില്ല. കാരണം ആ സിമ്പലുകൾക്കെല്ലാം ഓരോരോ അർത്ഥങ്ങൾ HTML-അകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ C++ൽ എസ്കേപ്പ് സീക്വൻസ് പറഞ്ഞില്ലേ, ചില സീക്വൻസുകൾ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ്, അത്തരം എൻറ്റിറ്റീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത്തരം എൻറ്റിറ്റീസ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആംപർസാൻഡ് സിംബൽ ഫ്രണ്ടിൽ ഇട്ടിട്ട് ഒരു പ്രത്യേക ഒരു ടേമും കൂടെ കൊടുത്തു കഴിയുമ്പോഴാണ് അത്തരം കാര്യങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. നിങ്ങളിവിടെ ഒരു ടേബിൾ ശ്രദ്ധിക്കുക. ആ ടേബിളിൽ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ സ്പേസിനെയാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് എൻറ്റിറ്റിയുടെ ഒരു വാല്യൂ ഒന്നും ഇടാത്തത്. അതിന് തൊട്ടപ്പുറേ കാണാം &NBPS, നോൺ ബ്ലാങ്ക് സ്പേസ് എന്നുള്ള NBPS എന്നുള്ള വാല്യൂ ആണ്. അത് നമുക്ക് എല്ലായിടത്തും ആവശ്യം വരുന്നതാണ്. കാരണം ഒറ്റ സിംഗിൾ സ്പേസ് അല്ലാതെ ഒന്നിൽ കൂടുതൽ ഒരു പിക്ചർ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ പിക്ചറുകൾ നമ്മൾ സ്പേസ് കൂട്ടണോ, അതിനുള്ള വേറെ ആട്രിബ്യൂട്ട് ഉണ്ട് അല്ലാതെ കൂട്ടണോ, അത്തരത്തിലൊക്കെ സ്പേസ് വാല്യൂ ഒക്കെ കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാനാണ് NBPS. ഇനി അതുപോലെ ആംഗിൾ ബ്രാക്കറ്റ് അല്ലാതെ ഉപയോഗിക്കണമെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കാം, ഇനി ആംപർസാൻഡ് തന്നെ ഉപയോഗിക്കണമെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കാം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടേബിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ടേബിൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ ഇത്തരം സിംബലുകളെയൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നാൽ, HTML ഉപയോഗിക്കേണ്ടി വന്നാൽ, അത് ഈ തരത്തിലുള്ള ആംപർസാൻഡ് ഫ്രണ്ടിൽ ചേർത്ത് കൊണ്ടിട്ടുള്ള ഒരു, ഇപ്പം സിംഗിൾ ഇൻവെർട്ടർ കൊടുത്താണ്ടില്ല, &POS എന്നുള്ളതാണ്. അപ്പൊ ആ സിംഗിൾ ഇൻവെർട്ടർ ഉപയോഗിക്കണമെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഇത്തരം എൻറ്റിറ്റീസിനെ എനിക്ക് ഡോക്യുമെന്റിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഈ രീതിയിൽ ഉപയോഗിക്കണം. അതൊന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട NBPS, ആംപർസാൻഡ്, ആംഗിൾ ബ്രാക്കറ്റുകൾ, ഇൻവെർട്ടഡ് കോമ, ഇതൊക്കെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അവിടെ ട്രേഡ് മാർക്കിന്റെയും രജിസ്റ്റേർഡിന്റെയും കോപ്പിറൈറ്റിന്റെ ഒക്കെ സിംബലുകൾ കൊടുക്കുക. നമ്മൾ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് അതും എങ്ങനെ ഡോക്യുമെന്റിൽ ഉപയോഗിക്കുക എന്നുള്ളതിന്റെ എൻറ്റിറ്റീസും അവിടെ കൊടുത്തിട്ടുണ്ട്.
ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് ആഡിങ് കമന്റ്സ്. നമ്മൾ C++ലൊക്കെ കമന്റ്സ് ആഡ് ചെയ്തിരുന്നു അല്ലെ. കമന്റിന്റെ പ്രത്യേകത എന്താണ്? നോൺ എക്സിക്യൂട്ടബിൾ പാർട്ട് ഓഫ് എ പ്രോഗ്രാം എന്നാണ് കമന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അല്ലെ. നമുക്കൊരു കമന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, എക്സിക്യൂഷനോ വേണ്ടി കമ്പൈലേഷനോ എക്സിക്യൂഷനോ ഡീബഗിങ്ങിനോ വേണ്ടി ഒന്നും അത് പരിഗണിക്കില്ല. കമന്റിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കുന്ന കാര്യം പ്രോഗ്രാം കോഡിൽ നമുക്ക് കാണാം, പക്ഷെ ഔട്ട്പുട്ടിലൊന്നും അത് വരത്തില്ല. എന്ന് പറയുന്നത് പോലെ HTML ഡോക്യുമെന്റ് എഴുതുമ്പോഴും നമുക്ക് മറ്റൊരു യൂസറിന് പിന്നീട് ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു ഡിസൈനർക്ക് ഇതെന്തൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവാൻ വേണ്ടി ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന യൂസർക്ക് ചെയ്തു വെക്കാവുന്ന കാര്യങ്ങളാണ് കമന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെയും അത് നോൺ എക്സിക്യൂട്ടബിൾ പാർട്ടാണ്, ഔട്ട്പുട്ടിലൊന്നും വരത്തില്ല. അപ്പൊ ഇവിടെ കമന്റ് ചെയ്യണമെങ്കിൽ അതിന് C++ൽ ചെയ്തതുപോലെ ഇവിടെ ടാഗുകളും ആട്രിബ്യൂട്ടുകളും ഒക്കെ ഉണ്ട്, ആ രീതിയിലാണ് അവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഒരു ടാഗ് ചെയ്യുന്നത് പോലെയാണ്, ടാഗ് ആയിട്ടല്ല, പക്ഷെ ഒരു ടാഗ് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ കമന്റ് ചെയ്യുക. അതിനുള്ള സിമ്പിൾ ശ്രദ്ധിക്കുക. ഒരു ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം ഒരു ആസ്റ്ററിസ്ക് ചിഹ്നം ഇടുന്നു അല്ലെ, എക്സ്പ്ലനേഷൻ സിമ്പിൾ എന്ന് പറയുന്ന സിമ്പിൾ ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ഈക്വൽ ടു നോട്ട് ഇടുന്നത് പോലെയുള്ള ഒരു സിമ്പിൾ ഇടുന്നു. അതിനുശേഷം 2 ഹൈഫൺ, അതിന്റെ ശേഷമാണ് നമുക്ക് കമന്റ് ആയിട്ട് എന്താണ് എഴുതേണ്ടത് ആ കമന്റ് എഴുതേണ്ടത്. അതിനുശേഷം ക്ലോസ് ചെയ്യേണ്ടത് 2 ഹൈഫൺ, അതിനുശേഷം ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ ആ നോട്ട് എന്നുള്ള സിമ്പിൾ ആദ്യം മാത്രമേ ഉള്ളൂ, അവസാനം ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, നോട്ട് എന്നുള്ള സിമ്പിൾ 2 ഹൈഫൺ ആണ്, അണ്ടർസ്കോർ അല്ല, 2 ഹൈഫൺ ആണ്. അതിനുശേഷം കമന്റ് എന്താണോ അത് എഴുതുക, അതിനുശേഷം 2 ഹൈഫൺ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്, ഡോക്യുമെന്റ് സ്റ്റാർട്ട്സ് ഹിയർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ദിസ് ഈസ് എ പിക്ചർ ഓഫ് ദിസ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ദിസ് തിങ്സ് ആഡ്സ് ഹിയർ ഫോർ ദിസ് പർപ്പസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് ഇങ്ങനെ. അപ്പൊ HTML കമന്റ് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിന് പ്രത്യേകം ടാഗ് ഒന്നുമില്ല, പക്ഷെ ടാഗ് ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത് എന്ന് മാത്രം. ക്ലിയർ? അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ മാർക്ക് യു ടാഗും അതിന്റെ ആട്രിബ്യൂട്ട്സും പഠിപ്പിച്ചു. അതിനുശേഷം div എന്നുള്ള ടാഗ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ പറഞ്ഞു. അതിനുശേഷം ഫോൺ ടാഗിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ HTML എലമെന്റ്സുകളെ കുറിച്ച്, എൻറ്റിറ്റീസ് ഫോർ റിസർവ്ഡ് ക്യാരക്ടർ, റിസർവ്ഡ് ആയിട്ടുള്ള സിംബലുകൾക്കും ക്യാരക്ടറുകൾക്കും വേണ്ടിയിട്ടുള്ള HTML എൻറ്റിറ്റീസ് എങ്ങനെയാണ് ആംപർസാൻഡ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം കമന്റുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവേത് ചോദിക്കുക. നോട്ട്സ് ഒക്കെ എഴുതാൻ പാകത്തിന് കണ്ടന്റുകളൊക്കെ തന്നിട്ടുണ്ട്, നോട്ടുകളൊക്കെ എഴുതിയെടുക്കുക. ചില ടേബിളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വരയ്ക്കാൻ എഴുതാൻ ശ്രമിക്കുക. അല്ല എങ്കിൽ അത് ടെക്സ്റ്റിലുണ്ട്, ഇപ്പം PDF ആയിട്ടോ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് നോക്കിയാണെങ്കിൽ അത്തരം ടേബിളുകളും കാര്യങ്ങളും വരയ്ക്കാവുന്നതാണ്. നോട്ടുകൾ എഴുതി വൃത്തിയാക്കി വെക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവേത് ചോദിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.